മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്നും വരുന്നു. തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറിലേക്ക് പോലീസ് ജീപ്പ് മറിഞ്ഞു. ജീപ്പിൽ ഉണ്ടായിരുന്നത് 2 പോലീസുകാരാണ്. പക്ഷേ അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കേട്ടോ. പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30 കരിക്കകം ഭാഗത്താണ് അപകടമുണ്ടായത്. റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, പെട്രോളിങ്ങിനിടയിലായിരുന്നോ? എന്താ സംഭവിച്ചത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ? വഴി തെറ്റിപ്പോയതാണോ? GPS സിഗ്നൽ നോക്കി ഓടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ പോലീസിന്. അരുൺകുമാർ, പുലർച്ചെ 2 പോലീസുകാർ മാത്രമായിരുന്നു പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പിലുണ്ടായിരുന്നത്. അവർ ഈ കരിക്കകത്ത് പാർവതി പുത്തനാറിൻ്റെ ഓരത്തുകൂടി പോകുമ്പോൾ മറുഭാഗത്ത് നിന്ന് വന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അത് ശക്തമായ രീതിയിൽ അത് കണ്ണിലേക്ക് അടിച്ചപ്പോൾ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി. തുടർന്ന് കരിക്കകത്ത് ഈ പാർവതി പുത്തനാറിലേക്ക് ഈ പോലീസ് ജീപ്പ് പതിക്കുകയായിരുന്നു. 2 പോലീസുകാർ അവർ വളരെ അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെട്ടത്. പരിസരവാസികൾ ഓടിയെത്തിയവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കാരണം പാർവതി പുത്തനാറിൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഒഴുക്കും അതിനനുസരിച്ച് വെള്ളവും ഉണ്ടായിരുന്നു. ജീപ്പ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ക്രെയിൻ എത്തിച്ച് പോലീസ് ജീപ്പ് പുലർച്ചയോടെ തന്നെ മാറ്റുകയായിരുന്നു. ഏതായാലും നേരത്തെ നമുക്കറിയാം അവിടെ ഒരു സ്കൂൾ വാൻ അപകടത്തിൽപ്പെട്ടത് 2011-ലായിരുന്നു. അന്ന് ഏതാണ്ട് 5-ലേറെ കുട്ടികൾ അപകടത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അപകടം നടന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് പുലർച്ചെ ഈ പോലീസ് ജീപ്പും ഈ പാർവതി പുത്തനാറിലേക്ക് വീണത്. അവിടെ കൈവരി ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനം വീതി കുറവാണ് റോഡിന്. ഏതെങ്കിലും തരത്തിൽ ഒന്ന് താഴേക്ക് ഇറങ്ങിയാൽ നേരെ പാർവതി പുത്തനാറിലേക്ക് വീഴും. അങ്ങനെയാണ് അന്ന് സ്കൂൾ വാൻ അപകടത്തിൽപ്പെടുന്നതും. സമാനമായ രീതിയിൽ തന്നെ അവിടെ ഈ സുരക്ഷാ വേലി കെട്ടി ഉയർത്തും എന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ സുരക്ഷാ വേലി കെട്ടി ഉയർത്തിയിട്ടില്ല. വളരെ ഉയരം കുറഞ്ഞ ഒരു സുരക്ഷാ വേലി മാത്രമാണുള്ളത്. അത് അപകടത്തിന് വഴിയൊരുക്കും, അപകടത്തിന് സാധ്യതയുണ്ട്. ഏതായാലും വലിയ ദുരന്തത്തിൽ നിന്നാണ് ഒഴിവായത്. നമുക്ക് കഴിഞ്ഞ അരുൺകുമാർ, അവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. അവർ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. അത്തരത്തിൽ ഒരു അപകടം അവർക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചത്. അത് വണ്ടി സാവധാനം ഉരുണ്ട് പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഈ പാർവതി പുത്തനാറിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. സാധാരണ അത്രയും ഉയരത്തിൽ നിന്നൊക്കെ താഴെ വീണാൽ അപകടത്തിൽ പരിക്കേൽക്കേണ്ടതാണ്. അത്ഭുതകരമായി പോലീസുകാർ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമാണ്. നോക്കൂ, നേരത്തെ ആ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർവതി പുത്തനാറിലേക്ക് സ്കൂൾ ബസ് മറിഞ്ഞു വീണ അപകടം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ വലിയ രോഷാകുലരായിട്ട് പ്രതികരിച്ചിരുന്നു. ആ സമയത്ത് വലിയ കൈവേലികൾ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമാവുന്നത്. ഉള്ളത് പോരാ എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ വീണു, അത്ഭുതകരമായി പോലീസുകാർ രക്ഷപ്പെട്ടു. അത് ആശ്വാസകരമായ കാര്യമാണ്. രാത്രിയാണ് 2 മണിക്ക്. വീണ് കിടന്നാൽ പോലും ആരും അറിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് റോഷിപ്പാൽ എത്തിച്ചത്.